ഈ നൂറുമേനി എന്ന് പറയുന്ന ഈ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വചന പഠന പദ്ധതിയുടെ 4ാമത്തെ സീസൺ അതിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വചന പഠന പരിശീലനത്തിലൂടെ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ലക്ഷ്യം വചനം ഹൃദയത്തിലും ജീവിതത്തിലും എന്നുള്ളതാണ്. വചനം നമ്മുടെ ഹൃദയത്തിൽ പഠിക്കുന്നു, സ്വാംശീകരിക്കുന്നു, പക്ഷേ നമ്മളത് ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കണം. വചനം നമ്മളെ സ്നേഹിക്കാൻ നിർബന്ധിക്കുന്നു. ദൈവവചനം പാവങ്ങളെ സഹായിക്കാൻ, ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ, രോഗികളെ സന്ദർശിക്കാൻ, നമുക്കുള്ളത് മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കാൻ, നമ്മൾ നിഷ്കളങ്കമായി സ്നേഹിക്കാൻ, നമ്മൾ സഹിക്കാൻ, ക്ഷമിക്കാനൊക്കെ വചനം നമ്മളെ നിർബന്ധിക്കുന്നുണ്ട്. അപ്പോൾ ഈ വചനം പഠിക്കുന്നത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതിലൂടെയാണ് ഈ പ്രോജക്റ്റ് പൂർണ്ണമാകുന്നത്. അതിന് തീർച്ചയായും നമ്മുടെ എല്ലാവരുടെയും പരിശ്രമവും പ്രാർത്ഥനയും ഉണ്ട് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഈ വചന പഠന പരിശീലന പരിപാടിയിലൂടെ നമ്മുടെ കുഞ്ഞുങ്ങൾ, കുറേയേറെ കുഞ്ഞുങ്ങൾ ഒത്തിരിയധികം ദൈവവചനം കാണാതെ പഠിക്കാൻ അവർക്ക് സാധിച്ചു. അത് വലിയ അത്ഭുതകരമായ ഒരു കാര്യമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങൾ വഴിതെറ്റി പോകാവുന്ന സാധ്യതകളേറെ ഉണ്ടായിട്ടും അവർ ഈ വചനത്തോടൊരു ആഭിമുഖ്യം കാണിക്കുന്നു എന്നുള്ളത് ഈ ഒരു പദ്ധതിയുടെ വലിയൊരു വിജയമാണ്. അതോടൊപ്പം അങ്ങനെ വ്യക്തിപരമായി വചനം പഠിച്ച് സമ്മാനം വാങ്ങിയിട്ടുള്ള ആളുകളുണ്ട്. അതോടൊപ്പം ഇത് കുടുംബങ്ങളെ ഒന്നിപ്പിക്കുന്നുണ്ട്. ഈ വചന പഠന പരിശീലന പദ്ധതി കുടുംബങ്ങൾ ഒരുമിച്ചിരുന്ന് വചനം പഠിക്കുന്നു, കുടുംബ ബന്ധങ്ങൾ അതിലൂടെ വളരുന്നു. കുടുംബങ്ങൾ ഒരുമിച്ച് വചനം പഠിച്ച് മത്സരത്തിൽ പങ്കെടുക്കുന്ന കുടുംബത്തിൻ്റെ ആ വലിയൊരു സ്നേഹവും ഐക്യവും കൂട്ടായ്മയും അതിലൂടെ പ്രകടമാകുന്നു. അങ്ങനെ ഒത്തിരിയധികം നന്മകൾ ഈ ഒരു പദ്ധതിയിലൂടെ നമ്മുടെ അതിരൂപതയ്ക്ക് കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അഭിമാനപൂർവ്വം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അഭിവന്യ മെത്രാപ്പൊലീത്ത മാർ തോമസ് തറയിൽ പിതാവിൻ്റെ പേരിലും അതിരൂപതയിലെ മുഴുവൻ വിശ്വാസികളുടെയും വൈദികരുടെയും സന്യസ്തരുടെയൊക്കെ പേരിൽ ഈ പഠന പരിശീലന പദ്ധതിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട അതിരൂപത അംഗങ്ങളെയും ഞാൻ അഭിനന്ദിക്കുകയും ആദരിക്കുകയും ചെയ്യുവാൻ ഈ അവസരം ഉപയോഗിക്കുന്നതോടൊപ്പം ഇതിന് നേതൃത്വം കൊടുക്കുന്ന കുടുംബ കൂട്ടായ്മ ബൈബിൾ അപ്പോസ്തലേറ്റിൻ്റെ എല്ലാ ഭാരവാഹികളെയും പ്രവർത്തകരെയും ഞാൻ ഈ അവസരത്തിൽ അനുമോദിക്കുകയാണ്. ചെയർമാനായി സ്തുത്യർഹമായി സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സണ്ണിച്ചനെയും അങ്ങേയറ്റം അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ ഈ റിസൾട്ട് ഇപ്പോൾ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുകയാണ്. അതിരൂപതാ തലത്തിൽ വ്യക്തിഗത മത്സരത്തിൽ ഓരോ കാറ്റഗറിയിലും 1, 2, 3 സമ്മാനങ്ങൾ ലഭിച്ചിട്ടുള്ളവരുടെ ലിസ്റ്റാണ് ആദ്യമേ വായിക്കാനായിട്ട് പോകുന്നത്. എ കാറ്റഗറിയിലെ 3 പേരുടെ പേര്: 1 മരിയ മാത്യു കൂനാനിക്കൽ, 2 അലീന മാത്യു പൊട്ടുകുളം, 3 അലൈൻ വിരുതിരികരി. ഈ 3 പേര് എ കാറ്റഗറിയിൽ സമ്മാനത്തിന് അർഹരായിട്ടുള്ളവരാണ്. 1, 2, 3 സമ്മാനങ്ങൾ. ബി കാറ്റഗറിയിൽ 1, 2, 3 സമ്മാനങ്ങൾ കരസ്ഥമാക്കിയിരിക്കുന്നത്: 1 ജസ്റ്റിൻ ആൻ്റണി പള്ളത്തുമടം, 2 മരിയം ബോബി വെങ്ങാന്തറ, 3 ഏഞ്ചൽ മേരി തോമസ് ഷാരോൺ കുറ്റിക്കാട്ട്. സി കാറ്റഗറിയിൽ 1, 2, 3 സമ്മാനങ്ങൾ കരസ്ഥമാക്കിയിരിക്കുന്നവർ: 1 മെറിൻ കുര്യൻ തുറവശ്ശേരി, 2 ഡോണ ജോർജ് എർണാകേരിൽ, 3 അൽഫോൻസ അലൻ ഈറയ്ക്കൽ. ഡി കാറ്റഗറിയിൽ 1, 2, 3 സമ്മാനങ്ങൾ കരസ്ഥമാക്കിയിരിക്കുന്നത്: 1 റിനു റിബു പടനിലം, 2 റിൻസി ജോ ഉണ്ണേച്ചുപറമ്പിൽ, 3 ബ്ലെസ്സി ജോസഫ് അറുപതിൽ ചിറ. ഈ കാറ്റഗറിയിൽ സമ്മാനത്തിന് അർഹരായവർ: 1 ബിജി ജോസഫ് പുഷ്പകത്ത് കാലായിൽ, 2 ലിസമ്മ ജോസഫ് നൂറ്റെട്ടിൽ, 3 എൽസമ്മ മാത്യു കണ്ണം കോട്ടയിൽ. എഫ് കാറ്റഗറിയിൽ സമ്മാനത്തിന് അർഹരായവർ: 1 ലിസമ്മ മുണ്ടയ്ക്കൽ, 2 തങ്കമ്മ നെൽപ്പുരയ്ക്കൽ, 3 ലൈസമ്മ വല്യാറ. 6 കാറ്റഗറിയിലേക്കാണ് സമ്മാനത്തിന് അർഹരായവർ വന്നിരിക്കുന്നത്. അവരുടെ എല്ലാവരുടെയും പേരുകളാണ് ഇപ്പോൾ ഇവിടെ അറിയിച്ചിരിക്കുന്നത്. ഇവരെ പ്രത്യേകമായി അഭിനന്ദിക്കുകയും അവർക്ക് എല്ലാവിധ പ്രാർത്ഥന ആശംസകൾ അറിയിക്കുകയും ചെയ്യുകയാണ്. ഇനിയും അടുത്തതായി നൂറുമേനി റീജിയണൽ കോമ്പറ്റീഷനിൽ പങ്കെടുക്കുവാൻ അർഹരായവരുടെ ലിസ്റ്റാണ് ഇപ്പോൾ വായിക്കുന്നത്. കുട്ടനാട് റീജിയൻ എടത്വ ഫൊറാനയിൽ നിന്നും 4 പേരെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഒന്നാമതെത്തിയിരിക്കുന്നത് റെജി സാം മീനത്തേക്കോണിൽ ആൻഡ് ഫാമിലി, ഈസ്റ്റ് മിത്രക്കരി ഹോളി ഫാമിലി ചർച്ച്. 2 കുഞ്ഞുമോൾ ലാലി കണിച്ചേരിൽ ആൻഡ് ഫാമിലി, മുട്ടാർ ഓൾഡ് സെൻറ്റ് ജോർജ് ചർച്ച്. 3 സോൾജി സോണി പെരിന്തറിയിൽ ആൻഡ് ഫാമിലി, കരുവാറ്റ സെൻറ്റ് ജോസഫ് ചർച്ച്.
4 PJ തങ്കച്ചൻ പുന്നപ്പറമ്പിൽ ആൻഡ് ഫാമിലി, പുതുക്കരി സെൻറ്റ് സേവിയേഴ്സ് ചർച്ച്. ആലപ്പുഴ ഫൊറോനയിൽ നിന്നുള്ളവർ: 1 റിയ റീത്ത സെബാസ്റ്റ്യൻ ചെമ്പിൽ ചെറിയിൽ ആൻഡ് ഫാമിലി, ആറാട്ടുവഴി സെൻറ്റ് ജോസഫ് ചർച്ച്. 2 കൃപ അന്ന സോണി അറുപതിൽ ചിറ ആൻഡ് ഫാമിലി, കൈതവന ഇമ്മാക്കുലേറ്റ് ഹാർട്ട് ചർച്ച്. 3 ജൂനിയ വി ജോസ് മലയിൽ ആൻഡ് ഫാമിലി, പുത്തനങ്ങാടി സെൻറ്റ് ജോർജ് ചർച്ച്. 4 എമി സാജു കല്യൻചെറിയിൽ ആൻഡ് ഫാമിലി, തത്തമ്പള്ളി സെൻറ്റ് മൈക്കിൾസ് ചർച്ച്. ചമ്പക്കുളം ഫൊറോന: 1 ലിസമ്മ ജോസഫ് നൂറ്റെട്ടിൽ ആൻഡ് ഫാമിലി, നർബോണപുരം സെൻറ്റ് സെബാസ്റ്റ്യൻസ് ചർച്ച്. 2 ഷൈനി കെ ജെ ചെമ്മങ്ങാട് ആൻഡ് ഫാമിലി, പൊങ്ങ മാർ സ്ലീവ പള്ളി. 3 കുഞ്ഞുമോൾ ജെയ്മോൻ 12 ചിറ ആൻഡ് ഫാമിലി, വൈശ്യഭാഗം സെൻറ്റ് ആൻ്റണീസ് പള്ളി. 4 ആൻ റിയ മാർട്ടിൻ പുത്തറച്ചിറ ആൻഡ് ഫാമിലി, വടക്കേ അമിച്ചുകരി സെൻറ്റ് ജോർജ് പള്ളി. പുളുങ്കുന്ന് ഫൊറോനയിൽ നിന്നും 1 ഷൈനി ടോം പനങ്ങാട് ആൻഡ് ഫാമിലി, പുളുങ്കുന്ന് സെൻറ്റ് മേരീസ് ഫൊറോന പള്ളി. 2 മറിയ ആൻ്റണി കളത്തിൽ ആൻഡ് ഫാമിലി, മണലാടി സെൻറ്റ് മേരീസ് പള്ളി. 3 ജോസ്ന സോണി മട്ടാഞ്ചേരി ആൻഡ് ഫാമിലി, കാവാലം ലിസ്യു പള്ളി. 4 സാലിമ ആൻ്റണി നടുവിലേടം ആൻഡ് ഫാമിലി, കായൽപ്പുറം സെൻറ്റ് ജോസഫ് പള്ളി. മുഹമ്മ ഫൊറോനയിൽ നിന്നും 1 മോളിമ ഫിലിപ്പോസ് മണ്ണുമടം ആൻഡ് ഫാമിലി, സെൻറ്റ് ജോർജ് പള്ളി. 2 എവ്ലിൻ ആൻ്റണി കൊല്ലശ്ശേരി ആൻഡ് ഫാമിലി, പാതുപാപുരം സെൻറ്റ് ആൻ്റണീസ് പള്ളി. 3 ജോയ്സൻ കെ ഒ കോനാട്ട് ആൻഡ് ഫാമിലി, SL പുരം സെൻറ്റ് സെബാസ്റ്റ്യൻസ് പള്ളി. 4 ജൂബൽ തെരേസ് മോബിൻ കന്നിമേൽ ആൻഡ് ഫാമിലി, SL പുരം സെൻറ്റ് സെബാസ്റ്റ്യൻസ് ചർച്ച്. അടുത്തത് തിരുവനന്തപുരം റീജിയനാണ്. തിരുവനന്തപുരം ഫൊറോന 1-ാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് ജോസൂട്ടി തോമസ് മടത്തുവയലിൽ ആൻഡ് ഫാമിലി, വട്ടിയൂർക്കാവ്. 2 NF ഫ്രാൻസിസ് നാഞ്ഞിലത്ത് ആൻഡ് ഫാമിലി, പൊങ്ങമ്മൂട്. 3 മിനി ബിജു കൊല്ലപ്പള്ളി ആൻഡ് ഫാമിലി, കണ്ണമ്മൂല. 4 ഷീബ ബൈജു പഠനതറയിൽ ആൻഡ് ഫാമിലി, എമ്മാവൂസ് ശ്രീകാര്യം. കൊല്ല ഫൊറോനയിൽ നിന്നും 1 അഞ്ജന ജോബി കടന്തോട് ആൻഡ് ഫാമിലി, പുനലൂർ. 2 ബീന തോമസ് മേളത്തിൽ ആൻഡ് ഫാമിലി, കൊല്ലം. 3 നിഷ ജോർജ് മുല്ലക്കരിയിൽ ആൻഡ് ഫാമിലി, ആനക്കുളം. 4 മേരി മാത്യു തത്തമ്പള്ളി ആൻഡ് ഫാമിലി, മീൻകുളം. അമ്പൂരി ഫൊറോനയിൽ നിന്നും ഒരാളാണ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്: അഭിജിത്ത് M സുരേഷ്, മണനി വിലകത്ത് ആൻഡ് ടീം, രാജഗിരി. അടുത്തത് കോട്ടയം റീജിയനാണ്. കോട്ടയം ഫൊറോനയിൽ നിന്നും 1 ലീന ജോബി പുളിക്കൽ ആൻഡ് ഫാമിലി, അരുവിക്കുഴി. 2 സോളി സജി വെങ്ങാലിക്കുന്നിൽ ആൻഡ് ഫാമിലി, അരുവിക്കുഴി. 3 സീന വർഗീസ് തൂമ്പങ്കൽ ആൻഡ് ഫാമിലി, പങ്കട. കുടമാളൂർ ഫൊറോനയിൽ നിന്നും വർഗീസ് കുരുവിള കുന്നുംപുറത്ത് ആൻഡ് ഫാമിലി, കുടമാളൂർ. ലിജി ഫ്രൈഡക്സ് പാട്ടത്തിൽ ആൻഡ് ഫാമിലി, ആർപ്പുക്കര ലിറ്റിൽ ഫ്ലവർ. ലോയിഡ് ജോസഫ് ഇല്ലിക്കൽ ആൻഡ് ഫാമിലി, മുടിയൂർക്കര. 4 ദിവ്യ ലിജു കാട്ടുനിലം ആൻഡ് ഫാമിലി, ഐക്കരച്ചിറ. അതിരമ്പുഴ ഫൊറോനയിൽ നിന്നും ലിബിന റോസ് സെബാസ്റ്റ്യൻ ഞൊട്ടംകുന്നേൽ ആൻഡ് ഫാമിലി, കോട്ടയ്ക്കപ്പുറം. ഷീബ മരിയ ലൂക്കോസ് കണ്ണമ്പാടം ആൻഡ് ഫാമിലി, നാൽപ്പാത്തിമല. ഷെൽവി വിൽസൺ പണ്ടാരമാലിൽ ആൻഡ് ടീം, പുന്നത്തറ. ജാൻസി സെബാസ്റ്റ്യൻ പുല്ലാട്ട് കാലായിൽ ആൻഡ് ഫാമിലി, ഏറ്റുമാനൂർ. അടുത്തത് നെടുങ്കുന്നം റീജിയനാണ്. കുറുമനാട് ഫൊറോനയിൽ നിന്നും 1 അലാന മരിയ ജോസഫ് പുത്തമ്പരയ്ക്കൽ ആൻഡ് ഫാമിലി, കുറുമനാടം. 2 ഏലിയാമ്മ ജോസഫ് മൂലയിൽ ആൻഡ് ഫാമിലി, മാടപ്പള്ളി. 3 ജോളി ജോസഫ് മണവേലി ആൻഡ് ഫാമിലി, മാമൂട്. 4 സെൽവി ആൻ്റണി റോസ്വില്ല ആൻഡ് ഫാമിലി, മാടപ്പള്ളി. നെടുങ്കുന്നം ഫൊറോനയിൽ നിന്നും ലാലി ജോർജ് തുണ്ടിയിൽ ആൻഡ് ഫാമിലി, മുണ്ടത്താനം. അജി സോണി പുത്തമ്പുരയ്ക്കൽ ആൻഡ് ഫാമിലി, നെടുമണ്ണി. ജിസ ജോർജ് കൂരിക്കാട് ആൻഡ് ഫാമിലി, ചമ്പക്കര. VC ജോൺ വടക്കേമുറി ആൻഡ് ഫാമിലി, നെടുമണ്ണി. മണിമല ഫൊറോനയിൽ നിന്നും മാഗി മേരി തോമസ് കുമ്പിളിവേലിൽ ആൻഡ് ഫാമിലി, കുളത്തൂർ. ജോബിന റോബിൻ കുത്തുകല്ലിങ്കൽ ആൻഡ് ഫാമിലി, മണിമല. മോനിക്കുട്ടി ജോൺ ലാലിത്തോട്ടം ആൻഡ് ഫാമിലി, മണിമല. ടിൻസി സെബാസ്റ്റ്യൻ ചാരിവേലിൽ ആൻഡ് ഫാമിലി, ചുങ്കപ്പാറ. അവസാനമായി ചങ്ങനാശ്ശേരി റീജിയനിൽ നിന്നുള്ളവരാണ്. ചങ്ങനാശ്ശേരി ഫൊറോന ജസ്റ്റിൻ ആൻ്റണി പള്ളാത്തുമടം ആൻഡ് ഫാമിലി, വെരൂർ.
കാർമൽ ജോസ് മാറാട്ടുകളം ആൻഡ് ഫാമിലി പാറേൽ, റെജി മാത്യു വേളിശ്ശേരിൽ ആൻഡ് ഫാമിലി വെരൂർ, രാജീവ് ബോബി വേങ്ങാന്തറ ആൻഡ് ഫാമിലി ചീരഞ്ചിറ. തുരുത്തി ഫൊറോനയിൽ നിന്നും മിനി ജോസി പാലാത്തറ ആൻഡ് ഫാമിലി കുറിച്ചി, റാണി ജോജോ പട്ടറുകളം ആൻഡ് ഫാമിലി ഈര, ജോൺസി സേവ്യർ എട്ടിൽ ആൻഡ് ഫാമിലി കാവാലം, സ്മിത തോമസ് പുത്തൻപുരയ്ക്കൽ ആൻഡ് ഫാമിലി പൊടിപ്പാറ. തൃക്കടുത്താനും മരീറ്റാസ് കറിയ കണ്ണം കോട്ടൽ ആൻഡ് ഫാമിലി പായ്പാട്, ജസ്റ്റിൻ കെ ജോൺ കോച്ചേരിൽ ആൻഡ് ഫാമിലി തൃക്കൊടുത്താനം, ബോബി ജോസഫ് പുളിമൂട്ടിൽ ആൻഡ് ഫാമിലി ഫാത്തിമാപുരം, വത്സമ തോമസ് തോപ്പിൽ ആൻഡ് ഫാമിലി തൃക്കൊടുത്താനം. ചെങ്ങന്നൂർ ഫൊറോനയിൽ നിന്നും 2 പേരാണ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ലൗലി റെജി മണക്കുന്തൽ ആൻഡ് ഫാമിലി പുതുശ്ശേരി, ബിൻസി ജസ്റ്റിൻ കായൽച്ചർ ആൻഡ് ഫാമിലി ചെങ്ങന്നൂർ. ഇത്രയും ആളുകളാണ് റീജിയണൽ തല മത്സരത്തിലേക്ക് വിജയികളായി വന്നിരിക്കുന്നവർ. ഈ നൂറുമേനി വചന മനപ്പാഠ പദ്ധതിയിൽ വിജയികളായ നിങ്ങൾക്കെല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ആശംസകൾ നേരുന്നു.